ആരോഗ്യ കേരളം എന്ന സംസ്ഥാനത്തിന്റെ അഭിമാന വാചകത്തിന് മുകളിൽ കളങ്കമായി മാറുകയാണ് ആശമാരുടെ സമരം. ഇനിയും പരിഹരിക്കാത്ത സർക്കാർ നിലപാട്. മഴയും വെയിലും കൊണ്ട് കടന്നു നീങ്ങിയ 1.5 മാസ സമരകാലവും അധികൃതരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല. നിരാഹാരം കിടന്നിട്ടില്ലെങ്കിലും പട്ടിണി കിടന്ന് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുന്ന ആശമാർ സമരത്തെ ശക്തമാക്കുന്നു. സമരം അവസാനിപ്പിക്കൂ എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത സർക്കാർ തന്നെ നിർദ്ദേശ 2 ചർച്ചകൾ ഇന്നലെ പരാജയപ്പെട്ടത് ഒരു മിനിമം ധാരണ പോലുമില്ലാതെയാണ്. കേന്ദ്രത്തെ മാത്രം വീണ്ടും പഴിച്ച് ഡൽഹിക്ക് പോയിരിക്കുന്ന ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിലേക്ക് എത്രത്തോളം ഉറ്റുനോക്കാനാകും? കേന്ദ്രം കുടിശ്ശിക നൽകണമെന്ന് മന്ത്രിയും കുടിശ്ശികയൊന്നുമില്ലെന്ന് കേന്ദ്രവും ആവർത്തിച്ച് പറയുന്നിടത്ത് ഇനി എന്താണ് പ്രതീക്ഷിക്കുക? ആശാസമരക്കാർ ആശമാരല്ലെന്നും കുറച്ചുപേരെ കാശ് കൊടുത്തിരുത്തിയിരിക്കുകയാണെന്നും അവർക്ക് സമയത്തിന് ചോറും കാശും കിട്ടുന്നുണ്ടെന്നും CPM നേതാക്കൾ പരിഹാസം നിർലജ്ജം തുടരുന്ന സമയത്ത് എന്ത് പരിഹാരമാണ് സർക്കാരിൽ നിന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കേണ്ടത്? ഇതേ സമയത്ത് അംഗനവാടി ജീവനക്കാരായ സ്ത്രീകളും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവുമായി കുത്തിയിരിക്കുകയാണ് 4 ദിവസമായി. അടിസ്ഥാന വർഗമാണ്, സ്ത്രീകളാണ്. പരിഹാരമുണ്ടാക്കാതെ ഇവരെ പട്ടിണിക്കിടല്ലേ സർക്കാരെ?